ഹായ് ഫ്രണ്ട്സ്, ടിനോ ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് UAE ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ഏറ്റവും സന്തോഷകരമായ ഒരു പുതിയൊരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. പലരും വിസിറ്റിംഗ് വിസയിലേക്ക് ഇവിടെ വരുന്നവർക്ക് പലപ്പോഴും ഇപ്പോൾ എയർപോർട്ടിൽ ഭയങ്കരമായ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്ത് നാട്ടിലേക്ക് കയറ്റി വിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതായത് വിസിറ്റിംഗ് വിസ പർപ്പസിൽ വന്നിട്ട് അവർക്ക് ആവശ്യമായ ഡോക്യുമെൻ്റ്, 5000 രൂപ കയ്യിൽ മണി, 5000 ദിർഹംസ് കയ്യിൽ മണി ഇല്ലാത്തത് കൊണ്ടും, ബാങ്കിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടും, അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടും, അങ്ങനെയുള്ള കാര്യം കൃത്യമായ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് പലരും റിട്ടേൺ ആക്കി നാട്ടിലേക്ക് തിരിച്ച് കയറ്റി വിടുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഇപ്പോൾ UAE എയർപോർട്ടിൽ സംഭവിക്കുന്നത്. അപ്പം ആ പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി ഒരു ഓഫറുമായിട്ട് UAE ഗവൺമെൻറ് വന്നിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ജോബ് തേടി വരുന്നവരാണ് ഏറ്റവും കൂടുതൽ വിസിറ്റ് വിസ എടുത്ത് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും സന്തോഷകരമായ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വിസ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുന്ന. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അതായത് ജോലി ചെയ്ത് വരുന്നവർക്ക് വേണ്ടി ജോബ് സീക്കർ വിസ എന്ന ഒരു സ്കീമിൽ UAE ഗവൺമെൻറ് പുതിയൊരു വിസ സ്കീം നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ജോലി തേടി വരുന്നവർക്ക് വേണ്ടിയാണ്. അതെല്ലാം ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വിസിറ്റിംഗ് വിസയെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് എക്സ്പെൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ 5000 ദിർഹംസ് കാണിക്കുകയൊന്നും വേണ്ട. അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു മാസത്തെ വിസ നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് 100 ദിർഹംസും, 2 മാസത്തെ വിസയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 200 ദിർഹംസും, 3 മാസത്തെയാണെങ്കിൽ 300 ദിർഹംസും, ഇനി 4 മാസം വരെ എടുക്കാവുന്നതാണ്. 4 മാസമാണ് 400 ദിർഹംസും. സാധാരണ വിസിറ്റിംഗ് വിസ 2-3 മാസം കിട്ടുള്ളൂ. ഇത് 4 മാസം വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതിന് 400 ദിർഹംസ് എക്സ്പെൻസുമായി വരുന്നതുള്ളൂ. കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു 1000 ദിർഹംസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞോ, നമ്മൾ ഈ ജോബ് സീക്കർ വിസയിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തോ, അതല്ല നമുക്ക് ജോലിയൊന്നും കിട്ടിയില്ല, എന്തെങ്കിലും സാഹചര്യം തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിലോ നമുക്കത് റീഫണ്ട് ചെയ്യാൻ അപേക്ഷിക്കാവുന്നതാണ്. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടായിട്ട് വരുന്നതാണ് ആ എമൗണ്ട്. അപ്പോൾ അത് തന്നെ വേണ്ട ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 6 മാസത്തിന് മുകളിൽ വാലിഡിറ്റി ഉള്ളൊരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. ഇനി നിങ്ങൾക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാനാണ്. ഞങ്ങൾ എന്നെ കണ്ടെന്ന് കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ നമുക്കതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഈ വീഡിയോ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ വെബ് ബ്രൗസർ ഓപ്പൺ ആക്കുക. GDRFA എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുക. അത് ഫോണിലോ ലാപ്ടോപ്പിലോ ഏതാണെന്ന് വെച്ചാൽ വെബ് ബ്രൗസർ ഓപ്പൺ ആക്കി അടിച്ചു കൊടുക്കുക. എന്നാൽ അത് ഇങ്ങനെയൊരു വിൻഡോയിലേക്ക് അയക്കും വരുന്നത്. അതിൽ GDRFA എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നുമല്ല, നമുക്ക് വേണ്ട 3 ലൈൻ കണ്ടോ ടോപ്പിലായിട്ട്. ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ന്യൂ എൻട്രി പെർമിറ്റ് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എൻട്രി പെർമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. അതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഒരുപാട് സർവീസുകളുണ്ട്. നമുക്ക് വേണ്ട ഫസ്റ്റ് കിടക്കുന്ന എൻട്രി പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ വിസ എക്സ്റ്റൻഷൻ, വിസ ക്യാൻസലേഷൻ, ഇഷ്യൂ ഫോർ വർക്ക് വിസ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കണ്ടോ. അതിൽ ഇഷ്യൂസ് ഫോർ വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് വേണ്ടത്. അതിൽ ഫസ്റ്റ് കിടക്കുന്നുണ്ട് ഇഷ്യൂ വിസ ഫോർ എക്സ്പ്ലോറിങ് ജോബ് ഓപ്പർച്യൂണിറ്റി, അതാണ് നമുക്ക് വേണ്ടത് ഓപ്ഷൻ കിടക്കുന്നത്. അതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അതല്ല ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിന് നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. അതിൽ വിശദമായ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം, പാസ്പോർട്ട് സൈസ് പേഴ്സണൽ ഫോട്ടോ, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് പേജ്, അതുപോലെ തന്നെ സർവീസിൻ്റെ സ്റ്റെപ്പും എല്ലാം വിശദമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫീസ് സ്ട്രക്ചർ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫീസ് സ്ട്രക്ചറും എല്ലാം ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. അപ്പം UAEയിലേക്കൊക്കെ ജോലി തേടി വരാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ, നിങ്ങൾ പരിചയക്കാരെങ്കിലൊക്കെ UAEയിലേക്ക് ജോലി തേടി വിസിറ്റ് വിസ അടിച്ച് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ചുരുങ്ങിയ ചിലവിൽ ജോബ് സീക്കർ വിസ സ്വന്തമാക്കാൻ പറ്റും. അതിൽ 4 മാസം വരെ നമുക്ക് ഒറ്റയടിക്ക് വാലിഡിറ്റി കിട്ടുന്ന വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.